ഓക്കെ, നമുക്കിന്ന് രണ്ടാമത്തെ ചാപ്റ്റർ പഠിക്കാം. 8ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ സമവാക്യങ്ങൾ അഥവാ ഇക്വേഷൻസ് ആണ് ചാപ്റ്ററിന്റെ പേര്. എന്തൊക്കെയാണ് ചാപ്റ്ററിലുള്ളത് നോക്കാം. കൂട്ടലും കുറയ്ക്കലും. ഫസ്റ്റ് തന്നെ കൂട്ടലും കുറയ്ക്കലും ആണ് വരുന്നത്. സുഹറ പണപ്പെട്ടി തുറന്ന് എണ്ണി നോക്കുകയാണ്. എത്ര രൂപയുണ്ട്? ഉമ്മ ചോദിച്ചു. 7 രൂപ കൂടി തന്നാൽ തികച്ചും 50 രൂപയാകും. സുഹറ ആഗ്രഹം പറഞ്ഞു. സുഹറയുടെ പണപ്പെട്ടിയിൽ എത്ര രൂപയുണ്ട് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ സുഹറ പറയുന്നത് 7 രൂപ കൂടി തന്നാൽ 50 രൂപയാകും. അപ്പൊ സുഹറയുടെ കയ്യിലുള്ള പൈസയുടെ കൂടെ 7 രൂപ കൂട്ടിയാൽ 50 രൂപയാകും. അപ്പോ സുഹറയുടെ കയ്യിൽ എത്ര പൈസ ഉണ്ടെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഈ കൂട്ടിയ 7 അപ്പുറം കുറച്ചാൽ പോരെ. അപ്പോൾ 50ൽ നിന്ന് 7 കുറച്ചാൽ 43 രൂപയായിരിക്കും സുഹറയുടെ കയ്യിൽ ഉണ്ടാവുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഉണ്ണി വിഷുക്കൈ നീട്ടം കിട്ടിയതിൽ നിന്ന് 8 രൂപ എടുത്ത് ഒരു പേന വാങ്ങി. 42 രൂപ മിച്ചമുണ്ട്. എത്ര രൂപയാണ് കൈനീട്ടം കിട്ടിയത്? എത്ര രൂപയാണ് കൈനീട്ടം കിട്ടിയത്? അപ്പൊ കൈനീട്ടം കിട്ടിയ പൈസ നമുക്ക് അറിയില്ല. പക്ഷെ അതിൽ നിന്ന് 8 രൂപ എടുത്തപ്പോൾ എത്ര കിട്ടി? 42 രൂപ കിട്ടി. അപ്പം കൈനീട്ടം കിട്ടിയ പൈസ കാണണമെങ്കിൽ ഈ 42ന്റെ കൂടെ 8 കൂട്ടിയാൽ പോരെ. ഓക്കെ, 42 കൂട്ടണം 8 എത്ര കിട്ടും? നമുക്ക് 50 രൂപ കിട്ടും. 42 കൂട്ടണം 8 50 രൂപ കിട്ടും. ഇവിടെ ഉണ്ടല്ലോ. ഓക്കെ, അടുത്ത് നോക്കാം. 6 മാർക്ക് കൂടി, ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. 6 മാർക്ക് കൂടി കിട്ടിയിരുന്നെങ്കിൽ കണക്കു പരീക്ഷയ്ക്ക് 100 മാർക്കുമായേനെ എന്ന് രാജന്റെ സങ്കടം. രാജന് എത്ര മാർക്കാണ് കിട്ടിയത്? അപ്പോ രാജന് കിട്ടിയ മാർക്ക് അറിയില്ല. പക്ഷെ കിട്ടിയ മാർക്കിന്റെ കൂടെ 6 രൂപ കൂടി കൂട്ടിയാല് നമുക്ക് എത്ര കിട്ടും? 100 കിട്ടും എന്ന് പറയുന്നത്. അപ്പൊ 100ൽ നിന്ന് എത്ര കുറച്ചാൽ മതി? ഈ 6 കുറച്ചാൽ മതിയല്ലോ. അപ്പൊ 100ൽ നിന്ന് 6 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 94 മാർക്കായിരിക്കും രാജന് കിട്ടിയിട്ടുണ്ടാവുക. ഓക്കെ, ബാക്കി ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ചെയ്യില്ലേ? ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം അല്ലെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ഓക്കെ, പുസ്തകം വാങ്ങാൻ ലിസിക്ക് അമ്മ 60 രൂപ കൊടുത്തു. പുസ്തകം വാങ്ങാൻ ലിസിക്ക് 60 രൂപയാണ് കൊടുത്തിരിക്കുന്നത്. പുസ്തകം വാങ്ങി മിച്ചം വന്ന 13 രൂപ ലിസി അമ്മയെ തിരിച്ചേൽപ്പിച്ചു. എത്ര രൂപയ്ക്കാണ് പുസ്തകം വാങ്ങിയത്? അതാണ് ക്വസ്റ്റ്യൻ ആണല്ലോ. ഓക്കെ, 60 രൂപ കൊടുത്തു, 13 രൂപ തിരിച്ചേൽപ്പിച്ചു. അപ്പൊ പുസ്തകത്തിന് 60ൽ നിന്ന് എത്ര കുറച്ചാൽ മതി? 13 രൂപ കുറച്ചതായിരിക്കല്ലോ. അപ്പൊ 60ൽ നിന്ന് 13 രൂപ കുറച്ചാൽ 47 രൂപയാണ് പുസ്തകത്തിനായത്. അപ്പൊ ഇതുപോലെ ചെറിയ ചെറിയ കണക്ക്, കൂട്ടലും കുറക്കലും വന്നിട്ടുള്ള ചെറിയ ചെറിയ കണക്കുകളാണ്. ഇതൊക്കെ ചെയ്ത് നോക്കുക നിങ്ങൾ. അടുത്തത് കൂട്ടലും കുറക്കലും കഴിഞ്ഞല്ലോ, നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമല്ലോ. അടുത്തത് ഗുണനവും ഹരണവും. ഒരു നിക്ഷേപ പദ്ധതിയിൽ 6 വർഷം കൊണ്ട് നിക്ഷേപ തുക 2 മടങ്ങാകും. അവസാനം 10,000 രൂപ കിട്ടാൻ എത്ര രൂപയാണ് നിക്ഷേപിക്കേണ്ടത്? അപ്പൊ നിക്ഷേപ തുക 6 വർഷം കൊണ്ട് 2 മടങ്ങാവുക ചെയ്യുക. അപ്പോ അവസാനം നമുക്ക് എത്ര കിട്ടേണ്ടത്? 10,000. അപ്പൊ എന്തിന്റെ 2 മടങ്ങാണ് 10,000 എന്ന് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ 10,000ത്തിന്റെ എത്ര കണ്ടുമതി? പകുതി കണ്ടാ പോരെ. അപ്പൊ പകുതി 2 മടങ്ങാണ് 10,000 എന്ന് പറയുമ്പോൾ 10,000ത്തിന്റെ പകുതി അല്ലേ നിക്ഷേപ തുക. അപ്പൊ 10,000ത്തിന്റെ പകുതി എത്ര വരും? 5,000 വരും. ഈ 5,000 ആയിരിക്കും നമുക്ക് നിക്ഷേപിച്ചാല് 6 വർഷം കഴിയുമ്പോൾ അതിന്റെ ഇരട്ടി എത്ര വരും? 10,000 രൂപ നമുക്ക് കിട്ടും. സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിൽ തന്നെ ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ. പച്ചക്കറി കച്ചവടത്തിലെ ലാഭം 4 പേർ തുല്യമായി പങ്കുവച്ചപ്പോൾ ജോസിന് 1,500 രൂപ കിട്ടി. ആകെ ലാഭം എത്ര രൂപയാണ്? അപ്പോ ലാഭം എത്രയാൻ തന്നിട്ടില്ല. 4 പേരാണ് ലാഭം പങ്കുവെക്കുന്നത്. അപ്പൊ ലാഭം 4 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടി? 1,500 രൂപ കിട്ടി. അപ്പോ ആകെ എത്ര ലാഭം എന്നാ ചോദിക്കുന്നത്. അപ്പൊ ഈ 1,500 ഒരാളുടെ പൈസയല്ലേ. അപ്പൊ അങ്ങനത്തെ 4 ആളുടെ പൈസ കണ്ടാ പോരെ. അപ്പോ 1,500നെ എന്തുകൊണ്ട് ഗുണിച്ചാ മതി? 4 കൊണ്ട് ഗുണിച്ചാൽ മതിയല്ലോ അല്ലെ. അതായത് 4 കൊണ്ട് ഹരിച്ചാല് ഒരാളെ പൈസ കിട്ടും. അപ്പൊ 4 കൊണ്ട് ഗുണിച്ചാല് 4 ആളെ പൈസയും കിട്ടുമല്ലോ. അപ്പൊ ലാഭം, ഒരാളുടെ ലാഭമാണ് 1,500. അപ്പൊ 4 പേരുടെ ലാഭം കണ്ടുപിടിക്കണമെങ്കിൽ 1,500നെ 4 കൊണ്ട് ഗുണിച്ചാല് എത്രയാ കിട്ടുക? നമുക്ക് 6,000 കിട്ടും. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്തത്. ഒരു സ്ഥാപനത്തിലെ മാനേജറുടെ ശമ്പളം പ്യൂണിന്റെ ശമ്പളത്തിന്റെ 5 ഇരട്ടിയാണ്. മാനേജർക്ക് മാസം 40,000 രൂപയാണ് കിട്ടിയത്. പ്യൂണിന് മാസം എത്ര രൂപ കിട്ടുമെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ സ്ഥാപനത്തിലെ മാനേജറുടെ ശമ്പളം പ്യൂണിന്റെ ശമ്പളത്തിന്റെ 5 ഇരട്ടിയാണ്. അപ്പോ പ്യൂണിന്റെ ശമ്പളമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ മാനേജറുടെ 5 ഇരട്ടിയാണ്, പ്യൂണിന്റെ 5 ഇരട്ടിയാണ് മാനേജറുടെ. അപ്പൊ മാനേജറുടെ
ശമ്പളം എത്രയാന്ന് ഇവിടെ തന്നിട്ടുണ്ട്? 40,000. അപ്പൊ അതിനെ 5 കൊണ്ട് ഹരിച്ചാ പോലെ. പ്യൂണിന്റെ 5 ഇരട്ടിയാണ് 40,000. അപ്പൊ പ്യൂണിന്റെ കണ്ടുപിടിക്കണമെങ്കിൽ 5 കൊണ്ട് ഹരിച്ചാ പോരെ. അപ്പൊ എത്ര കിട്ടും നമുക്ക്? 5 കൊണ്ട് ഹരിച്ചാൽ 8,000 രൂപ കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ബാക്കി കണക്കുകൾ നിങ്ങൾ ചെയ്തു നോക്കുക. ഇനി പലവിധം. അപ്പൊ നമ്മൾ കൂട്ടുന്നതും കുറക്കുന്നതും പറഞ്ഞു, ഗുണിക്കുന്നതും ഹരിക്കുന്നതും ഒക്കെ പറഞ്ഞു. ഇനി പലവിധം, അതായത് ഒന്നുമില്ല, ഇവിടെ കൂട്ടിയിട്ടാ ഉള്ളത് വെച്ചാല് ഉത്തരം എത്തുമ്പോൾ നമുക്ക് എന്താ ചെയ്താൽ മതി? കുറച്ചാൽ മതി. കൂട്ടിയ കാര്യമാണ് പറയുന്നതെങ്കിൽ കുറച്ചാൽ മതി. ഇനി ഗുണിച്ച കാര്യമാണ് പറയുന്നത്, എന്താ ചെയ്താൽ ഹരിച്ചാൽ മതി. മടങ്ങ് എന്ന് പറയുമ്പോൾ എന്താണ്? ഗുണനാണ്. മടങ്ങ് എന്ന് പറയുമ്പോൾ ഗുണനം. 5 മടങ്ങ് എന്ന് പറഞ്ഞാൽ 5 കൊണ്ട് ഗുണിച്ചതാണ് അല്ലെ. ഭാഗം എന്ന് പറയുമ്പോൾ ഹരണാണ്. 5-ൽ 1 ഭാഗം അല്ലെ. അപ്പൊ ഒരു സംഖ്യയുടെ 100ന്റെ 5-ൽ 1 എന്ന് പറഞ്ഞാൽ 100നെ എത്രയാണ് കണ്ട് ഹരിച്ചാൽ മതി? 5 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പൊ 5 മടങ്ങ് എന്ന് പറയുമ്പോൾ 100നെ എന്തുകൊണ്ട്? 5 കൊണ്ട് ഗുണിച്ചാൽ മതി. മടങ്ങ് എന്ന് പറയുമ്പോൾ ഗുണനവും, ഭാഗം എന്ന് പറയുമ്പോൾ എന്താണ്? ഹരണവും വരിക. അപ്പൊ തന്നിരിക്കുന്നത് ഒരു സംഖ്യ കൂട്ടിയതാണെങ്കിൽ സമത്തിന്റെ അപ്പുറം പോകുമ്പോൾ എന്താ മതി? കുറച്ചാൽ മതി അപ്പുറത്തേക്ക് വരുമ്പോൾ. അത് കുറച്ചും കൂടി വൃത്തിയായിട്ട് വ്യക്തമായിട്ട് നമുക്ക് കുറച്ചും കൂടി താഴോട്ടേക്ക് പറയാം. കാരണം നമ്മുടെ ഇക്വേഷൻസ് സമവാക്യങ്ങൾ വരുമല്ലോ, അപ്പൊ നമുക്ക് കറക്റ്റ് ഇത് പറയാം. ഇനി പലവിധം. പലവിധം എന്ന് പറയുമ്പോൾ കൂട്ടലും കുറക്കലും ഹരിക്കലും ഗുണിക്കലും എല്ലാം കൂടി വന്നാൽ എന്താ ചെയ്യാന്ന്? 2 നോട്ട് പുസ്തകവും, ഇവിടെ നോക്കാം, 2 നോട്ട് പുസ്തകവും 3 രൂപ വിലയുള്ള ഒരു പേനയും വാങ്ങിയപ്പോൾ 23 രൂപ ചെലവായി. ഒരു നോട്ട് പുസ്തകത്തിന്റെ വില എത്രയാണ്? 2 നോട്ട് പുസ്തകവും 3 രൂപ വിലയുള്ള ഒരു പേനയും വാങ്ങിയപ്പോഴാണ് 23 രൂപ. അപ്പൊ നോട്ട് പുസ്തകത്തിന്റെ വില കണ്ടുപിടിക്കണം. അപ്പൊ 2 നോട്ട് പുസ്തകത്തിന്റെ കൂടെ 3 രൂപ കൂട്ടിയപ്പോ 23 രൂപയായി. അപ്പൊ 2 നോട്ട് പുസ്തകത്തിന്റെ വില എത്രയായിരിക്കും? 20. കാരണം 20ന്റെ കൂടെ 3 രൂപ കൂട്ടിയാലാണല്ലോ 23 രൂപയാകുക. ഓക്കെ, അപ്പൊ 2 നോട്ട് പുസ്തകങ്ങളുടെ വില നമുക്ക് എത്ര കിട്ടി? 20 കിട്ടി. ഓക്കെ, അപ്പൊ ഒരു നോട്ട് പുസ്തകത്തിന്റെ വില എത്രയായിരിക്കും? 2 നോട്ട് പുസ്തകത്തിന്റെ വില 20 ആണെങ്കിൽ ഒന്നിന് എത്രയായിരിക്കും? 10. 20ന് എന്തുകൊണ്ട് ഹരിച്ചാൽ മതി? 2 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പൊ എത്ര കിട്ടും നമുക്ക്? 10 കിട്ടും. അപ്പോൾ അതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ, ഒരു സംഖ്യയുടെ 3 മടങ്ങിനോട് 2 കൂട്ടിയപ്പോൾ 50 രൂപ കിട്ടി. 50 ആയി. ഒരു സംഖ്യയുടെ 3 മടങ്ങിനോട് 2 കൂട്ടിയപ്പോൾ 50 ആയി. സംഖ്യ ഏതാണ്? അപ്പൊ 3 മടങ്ങിനോട് 2 കൂട്ടിയപ്പോഴാണ് 50. അപ്പൊ 50ൽ നിന്ന് 2 കുറച്ചാല് നമുക്ക് എത്ര കിട്ടും? 48. അപ്പൊ സംഖ്യയുടെ 3 മടങ്ങാണ് 48. സംഖ്യയുടെ 3 മടങ്ങാണ് 48. അപ്പൊ സംഖ്യ ഏതായിരിക്കും? ഏത് സംഖ്യയുടെ 3 മടങ്ങായിരിക്കും 48 എന്ന് പറയുന്നത്? 16ന്റെ. അപ്പൊ 16ന്റെ 3 മടങ്ങാണ് 48. ഇനി നമുക്ക് നോക്കാം. ഇവിടെ ഇനി കുറച്ചും കൂടി വൃത്തിയായിട്ട് നമുക്ക് പറയാം. ഏതോ ഒരു സംഖ്യയുടെ 3 മടങ്ങിനോട്, ഇവിടെ നോക്കാം, ഏതോ ഒരു സംഖ്യയുടെ 3 മടങ്ങ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ആ സംഖ്യ എന്ത് ചെയ്താൽ മതി? 3 കൊണ്ട് ഗുണിച്ചാൽ മതി. ഒരു സംഖ്യ കിട്ടുമല്ലോ. അതിന്റെ കൂടെ 2 കൂട്ടിയപ്പോൾ നമുക്ക് എത്ര കിട്ടും? 50 കിട്ടും. അതിന്റെ കൂടെ 2 കൂട്ടിയപ്പോൾ നമുക്ക് 50 കിട്ടും. ഇനി അത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് തുടക്കത്തിലുള്ള ഈ ഒരു സംഖ്യയാണ്. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നാൽ മതി. ഞാൻ പറഞ്ഞു കൂട്ടുന്നത് എന്താവും? ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്ത്? കുറച്ച് ഒരു സംഖ്യയിൽ നിന്ന് 2 കൂട്ടിയാൽ 50. അപ്പൊ 50ൽ നിന്ന് ആ സംഖ്യയിലേക്ക് എത്താൻ എന്ത് ചെയ്താൽ മതി? 2 കുറച്ചാൽ മതി. അപ്പൊ ഇവിടെ +2 അല്ലേ. അപ്പൊ താഴത്തെ എന്തായി? -2. ഓക്കെ അല്ലേ? 48 വരും. അപ്പൊ 48നോട് 2 കൂട്ടിയാൽ 50. അപ്പൊ 50ൽ നിന്ന് 2 കുറച്ചാൽ 48. ഇനി ഇവിടെ മടങ്ങാണ് തന്നിരിക്കുന്നത്, 3 മടങ്ങാണ് തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഇതിന്റെ നേരെ ഇങ്ങോട്ടേക്ക് വരണം. മടങ്ങ് ഇപ്പുറത്തേക്ക് വരുമ്പോ ഹരണാവും അല്ലെ. 3 മടങ്ങാണ് 48. അപ്പൊ 48ന്റെ 3ൽ 1 ഭാഗമാണിത് അല്ലെ. അപ്പൊ ഇവിടെ എന്താ വരിക? ഹരിക്കണം 3 വരും. അപ്പൊ ഗുണനം തന്നിരിക്കുന്നത്. അപ്പൊ ഇത് കാണുമ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് പോകണമെങ്കിൽ ഹരണം കണ്ടുപിടിക്കണം. അപ്പൊ 48നെ 3 കൊണ്ട് ഹരിച്ചാല് നമുക്ക് എത്ര ആൻസർ കിട്ടും? 16 കിട്ടും. ഇതാണ് സംഭവം. ഓക്കെ, ഇനി വേറെ കണക്ക് നോക്കാം നമുക്ക്. ഒരു സംഖ്യയുടെ 3 മടങ്ങിൽ നിന്ന് 2 കുറച്ചപ്പോൾ 40 ആയി. സംഖ്യ ഏതാണ്? ഇതാ ഒരു സംഖ്യയുടെ, ഇവിടെ സംഖ്യ തന്നിട്ടുണ്ട്, കണ്ടുപിടിച്ചാൽ നോക്കാം നമുക്ക്. ഒരു സംഖ്യ ഇവിടെ നമുക്ക് അറിയില്ല. ഈ ഒരു സംഖ്യ നമുക്ക് അറിയില്ല. ഒരു സംഖ്യ നമുക്ക് ഏതാന്ന് അറിയില്ല. ഓക്കെ, ഇതും അറിയില്ല. ഒരു സംഖ്യയുടെ 3 മടങ്ങ് എന്ന് പറഞ്ഞാൽ എന്താണ്? 3 കൊണ്ട് ഗുണിച്ചാല് ഏതോ ഒരു സംഖ്യ കിട്ടുമല്ലോ. അതിൽ നിന്ന് 2 കുറച്ചാലാണ് 40 കിട്ടുക.
അതിൻ്റെ 2 കുറച്ചാൽ നമുക്ക് 40 കിട്ടും. അപ്പൊ ഈ 40-നോട് 2 കൂട്ടിയാൽ ഈ സംഖ്യ കിട്ടുമല്ലോ അല്ലെ. അതായത് ഈ ഒരു സംഖ്യയിൽ നിന്ന് 2 കുറച്ചാൽ നമുക്ക് 40 കിട്ടും. അപ്പൊ 40-നോട് 2 കൂട്ടിയാൽ നമുക്ക് ഈ ഒരു സംഖ്യ കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോ 40-നോട് ഈ 2 കൂട്ടിയാൽ നമുക്ക് എത്രയാ ഇവിടെ സംഖ്യ കിട്ടുന്നത്? 42. ഓക്കെ ആണല്ലോ. 42 2 കുറച്ചാൽ 40, 40 2 കൂട്ടിയാൽ 42. ഓക്കെ. ഇനി ഇവിടെ മടങ്ങാണല്ലോ. അപ്പൊ മടങ്ങ് നമുക്ക് തിരിച്ചു വരുമ്പോ എന്താവും? ഹരണാവും അല്ലെ. അപ്പൊ ഒരു സംഖ്യയുടെ 3 മടങ്ങാണ് 42എങ്കിൽ 42നെ 3 കൊണ്ട് ഹരിച്ചതായിരിക്കും ആ സംഖ്യ. അപ്പൊ 42നെ 3 കൊണ്ട് ഹരിച്ചാല് നമുക്ക് എത്ര കിട്ടും? 14. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സംഖ്യയോട് അതിന്റെ 4-1 കൂട്ടിയപ്പോൾ 30 കിട്ടി. സംഖ്യ ഏതാണ്? അപ്പൊ 4-1 ഒരു സംഖ്യയോട് അതിന്റെ 4-1 കൂട്ടുമ്പോൾ സംഖ്യയുടെ 4-ൽ 5 ആണല്ലോ കിട്ടുക. എന്താ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? നീ മനസ്സിലായില്ലെങ്കിൽ നമ്മൾ 20 എന്ന് പറഞ്ഞൊരു സംഖ്യ എടുക്കുക. ഓക്കെ, 20. 20ന്റെ 4-ൽ 1 ഭാഗം എത്രയാണ്? അപ്പൊ 20നെ എന്തുകൊണ്ട് ഹരിക്കുക? 4 ഭാഗമാക്കുക. അതിൽ 1 ഭാഗം. 20നെ 4 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 5. കാരണം 5 പ്ലസ് 5 പ്ലസ് 5 പ്ലസ് 5 അല്ലേ 20. അപ്പൊ 4 5കൾ കൂട്ടിയതാണ് 20. അപ്പോ 4-ൽ 1 ഭാഗം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5. 4-ൽ 1 ഭാഗം എന്ന് പറഞ്ഞാല് 5 ആണ്. അപ്പൊ 4-ൽ 2 ഭാഗം എത്രയായിരിക്കും? 20ന്റെ 4 2 ഭാഗം. അപ്പൊ 2 5 അല്ലെ എത്ര വരും? 10 വരും. അപ്പൊ അല്ലെ 4-ൽ 1നെ നമ്മൾ 2 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ 4 2 എത്ര വരും? 10 വരും. ഇനി 4-ൽ 3ഓ? 20ന്റെ 4-ൽ 3 എത്രയാണ്? അപ്പൊ 5ഉം 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 കൂട്ടി. അത് 4-ൽ 1നെ 3 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലെ. ഇതിനെ 3 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ എത്ര വരും? 15. അപ്പൊ 4-ൽ 4 എത്രയാണ്? 4-ൽ 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 അല്ലേ. 4-ൽ 4ഉം അതായത് ഫുള്ളും ആ സംഖ്യ ഫുള്ളും. അപ്പൊ എത്രയാണ്? 20 ആണ്. അതാണ് ഇവിടെ പറയുന്നത്. ഒരു സംഖ്യയോട് അപ്പൊ 4-ൽ 4 എന്ന് പറയുന്നത് ആ സംഖ്യ തന്നെ ആയിരിക്കുമല്ലോ. അതിന്റെ 4-ൽ 1 കൂട്ടിയാല് എത്രയാ കിട്ടുക? അപ്പോ ഈ ഛേദം തുല്യമായത് കൂട്ടുമ്പോൾ നമ്മൾ അംശം കൂട്ടിയിട്ട് അതേ ഛേദം ഇട്ടാൽ മതി. അതായത് 4-ൽ 4 പ്ലസ് 4-ൽ 1 എന്ന് പറഞ്ഞാല് ഈ 2 കൂട്ടുക. അപ്പൊ എത്ര വരാ? 5/4. അപ്പോ ഒരു സംഖ്യ 4-ൽ 4 എന്ന് പറഞ്ഞാൽ ആ 4 അത് പൂർണ്ണമായിട്ടുണ്ട്. അപ്പൊ അത് സംഖ്യ തന്നെയാണ് 4-ൽ 4 എന്ന് പറയുന്നത് അല്ലെ. അതിന്റെ കൂടെ 4-ൽ 1 കൂട്ടുക എന്ന് പറഞ്ഞാല് ഇങ്ങനെ ഭിന്നസംഖ്യകൾ കൂട്ടുമ്പോൾ ഈ അംശങ്ങൾ കൂട്ടിയിട്ട് അതേ ഛേദം മതി. അപ്പൊ 4 1 കൂട്ടിയാൽ 5 കിട്ടും. 5/4. അപ്പൊ ഒരു സംഖ്യയുടെ 4-ൽ 1 കൂട്ടുക എന്ന് പറഞ്ഞാൽ ഈ 5/4 കൂട്ടുന്നതല്ലേ അല്ലെ. അപ്പൊ ഈ 5/4 മടങ്ങാണ് 30 എന്ന് പറയുന്നത്. ഒരു സംഖ്യയുടെ 5/4 മടങ്ങാണ് 30. അപ്പൊ മടങ്ങ് തന്നിട്ടുണ്ട്. ഇനി തിരിച്ച് അങ്ങോട്ടേക്ക് പോകണം. അപ്പൊ നമ്മൾ ഭാഗമാക്കണം. അപ്പൊ ഹരിക്കണം അല്ലെ. അപ്പൊ 3 മടങ്ങ് എന്ന് പറഞ്ഞാല് ഹരിക്കുമ്പോൾ 1/3 കൊണ്ട് അല്ലെങ്കിൽ 3 കൊണ്ട് ഹരിക്കുക. അപ്പൊ ഇവിടെ 5/4 ആണ് മടങ്ങ്. അപ്പൊ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഹരിക്കുമ്പോ എത്രയാവും? 4/3. അപ്പൊ 30ന്റെ 4/3 കൊണ്ട് ഗുണിക്കാം. 4/5 കൊണ്ട് 5 കൊണ്ടാണ് 5 അല്ലേ. ഇവിടെ നോക്കേ 5/4 മടങ്ങാണ് അല്ലെ. 5/4 മടങ്ങ്. അപ്പൊ നേരെ തിരിയുമ്പോ ഹരണാക്കുമ്പോ എന്ത് വരും? 4/5 ഭാഗം. 4/5 ഭാഗം. അപ്പൊ 30നെ എന്തുകൊണ്ട് ഗുണിക്കണം? 30 ഗുണിക്കണം 4/5. അത് നമുക്ക് എങ്ങനെ ചെയ്യാം? ഈ 5 30-ല് 6 5 30, 6 4 24. ഭിന്നസംഖ്യകൾ കൂട്ടുന്നതും കുറയ്ക്കുന്നതും പഠിക്കാത്തവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഭിന്നസംഖ്യകൾ കൂട്ടുന്നതും കുറയ്ക്കുന്നതും വേണമെന്ന് കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ക്ലാസ് എടുക്കാവുന്നത് കേട്ടോ. അപ്പൊ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് ഈ 8ാം ക്ലാസ്സിലെ മുഴുവൻ ചാപ്റ്റേഴ്സും വേണം. എല്ലാ പ്രോബ്ലംസും ചെയ്തിട്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സും വേണം എന്നുള്ളവര് ഈ ഒരു നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക. ഈ ഒരു നമ്പറിൽ ഹായ് അയക്കാം. ഈ ഒരു 97 14 40 75 74 എന്ന നമ്പറിൽ ഹായ് അയച്ചിട്ട് നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങളൊക്കെ അവിടെ ചോദിക്കാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ മൊത്തം നിങ്ങൾക്ക് പ്രോബ്ലംസും ഒക്കെ സോൾവ് ചെയ്ത് കിട്ടും. അതേപോലെ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് മോഡൽ ക്വസ്റ്റ്യൻസും ഒക്കെ കിട്ടും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു നമ്പറിൽ എന്ത് ചെയ്യുക? ഒരു ഹായ് അയച്ചിട്ട് നമ്മുടെ വാട്സപ്പ് ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ.
അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുക. ഇതേപോലെ ഇത് വേണമെങ്കിൽ ഇത് നോക്കില്ല. അനിതയും കൂട്ടുകാരും പേന വാങ്ങി. 5 പേന ഒരുമിച്ചു വാങ്ങിയപ്പോൾ ആകെ വിലയിൽ നിന്ന് 3 രൂപ കുറവ് കിട്ടി. അവർക്ക് 32 രൂപയാണ് ചെലവായത്. ഓരോന്നായി വാങ്ങിയിരുന്നെങ്കിൽ എത്ര രൂപ വീതമാണ് ചെലവാകാന്ന് ചോദിക്കുന്നത്. അപ്പൊ അനിതയും കൂട്ടുകാരും പേന വാങ്ങി. 5 പേന ഒരുമിച്ച് വാങ്ങിയപ്പോൾ ആകെ വിലയിൽ നിന്ന് 3 രൂപ കുറവ് കിട്ടി. അപ്പൊ ആകെ രൂപ ഈ 3 രൂപ കൂട്ടിയാ പോരെ അല്ലെ? അപ്പം അവർക്ക് 32 രൂപയാണ് ചെലവായത്. 32ന്റെ കൂടെ ഈ 3 കൂടി കൂട്ടിയാൽ 35 രൂപയാണ് ചെലവാകുക. അപ്പൊ ആകെയുടെ 3 കുറവാണ് 32 അല്ലെ? അപ്പൊ 32 3 കൂട്ടിയാൽ നമുക്ക് ആകെ കിട്ടും. അപ്പൊ എത്ര കിട്ടും? 35 രൂപയാണ് അവർക്ക് എന്ത് ചെയ്യുന്നത്, ചെലവാകുന്നത്. 35 രൂപ. അത് എത്ര പേനക്കുള്ളതാണ് ഈ 35 രൂപ? 5 പേനയാണ് അല്ലെ? 5 പേനയ്ക്കാണ്. അപ്പൊ ഒരു പേനയ്ക്ക് ഈ 35നെ 5 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 7 രൂപയാണ് ഒരു പേനയ്ക്ക്. അങ്ങനെയാണെങ്കിൽ ഓരോന്നായി വാങ്ങിയിരുന്നെങ്കിൽ എത്ര രൂപ വീതം കൊടുക്കണമായിരുന്നു? ഓരോന്നിന് എത്ര രൂപ കൊടുക്കണമായിരുന്നു? 7 രൂപ കൊടുക്കണമായിരുന്നു. ഓക്കെ അല്ലേ? അപ്പൊ ബാക്കി പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ ചെയ്തു നോക്കുക. ഓക്കെ, അടുത്തത് ബീജഗണിത രീതി. നമ്മൾ ഇതുവരെ ഓരോ പ്രോബ്ലംസും ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കണക്കൂട്ടി ചെയ്തില്ലേ? അപ്പൊ അതൊക്കെ നമുക്ക് ഈ ബീജഗണിത രീതി അനുസരിച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ഇപ്പോൾ ചെയ്ത കണക്കുകളുടെ എല്ലാം പൊതു സ്വഭാവം എന്താണ്? ഏതോ ഒരു സംഖ്യയിൽ ചില ക്രിയകളെല്ലാം ചെയ്തപ്പോൾ കിട്ടുന്ന ഫലം ഏത് സംഖ്യയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തുടങ്ങിയത് ഏത് സംഖ്യയിലാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഏതെങ്കിലും ഒരു സംഖ്യ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ ആ കണ്ടുപിടിക്കേണ്ട സംഖ്യനെ നമ്മൾ എന്താക്കി എടുക്കും? എക്സ് ആക്കി എടുക്കും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ബീജഗണിത രീതിയിലേക്ക് പോകുക. റഷീദ 4 കിലോഗ്രാം വെണ്ടക്കയും 10 രൂപയ്ക്ക് മല്ലിയിലയും കരിവേപ്പിലയും മുതലായവയും വാങ്ങിയപ്പോൾ 30 രൂപയായി. 1 കിലോഗ്രാം വെണ്ടയ്ക്ക് എത്ര രൂപയാണ് ഞാൻ പറയുന്നത്? അപ്പൊ ഇത് നമ്മൾ ഇതുവരെ ചെയ്ത പോലെ മനക്കണക്കായിട്ട് അല്ലെങ്കിൽ മനസ്സിൽ നമുക്ക് ചെയ്യാലോ. പക്ഷെങ്കില് ഇനി നമുക്ക് ബീജഗണിതത്തിൽ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. ബീജഗണിതത്തില് റഷീദ 4 കിലോഗ്രാം വെണ്ടയ്ക്ക കാണേണ്ടത് നോക്കാം. എന്താണ് കാണേണ്ടത്? വെണ്ടയ്ക്കയുടെ വിലയാണ് കാണേണ്ടത്. അപ്പൊ 1 കിലോ വെണ്ടയ്ക്കയുടെ വില നമ്മൾ എന്താക്കി എടുക്കുക? എക്സ് ആക്കി എടുക്കുക. 1 കിലോ വെണ്ടയ്ക്കയുടെ വില എക്സ് ആക്കി എടുക്കുക. അങ്ങനെയാണെങ്കിൽ എത്ര കിലോ വെണ്ടയ്ക്ക വാങ്ങിയിട്ടുണ്ട്? 4 കിലോ. അപ്പൊ 4 കിലോ വെണ്ടയ്ക്ക് എത്ര പൈസയാകും? 4x ആണല്ലോ. 4 കിലോ വെണ്ടയ്ക്ക് 4 കൊണ്ട് ഗുണിച്ചാൽ മതിയല്ലോ. 1 കിലോ വെണ്ടയ്ക്കയുടെ പൈസയാണ് എക്സ്. അപ്പൊ 4 കിലോ വെണ്ടയ്ക്ക് 4x. അതിന്റെ കൂടെ 10 രൂപ കൂടി കൊടുത്തു. എന്തിനൊക്കെയാ കൊടുത്തത്? കരിവേപ്പിലേക്കൊക്കെ 10 രൂപ കൊടുത്തു. അപ്പൊ നമുക്ക് ആകെ എത്ര ചെലവായി? 130 രൂപ ചെലവായി അല്ലെ? അപ്പൊ ഇതാണ് നമ്മുടെ ബീജഗണിത രൂപം. ഓക്കെ ആണല്ലോ. ഇതിൽ നിന്ന് നമുക്ക് ഇനി എന്തിന്റെ വില കണ്ടുപിടിക്കണം? ഈ എക്സിന്റെ വില കണ്ടുപിടിക്കണം. അപ്പൊ കൂട്ടണം 10 സമത്തിന്റെ അപ്പുറം പോകുമ്പോ എന്താവുന്ന് പഠിക്കാം? കുറക്കണം 10 -10 ആവുന്ന് പഠിക്കാം. +10 സമത്തിന്റെ അപ്പുറം പോകുമ്പോ മൈനസ്. അതായത് ഇവിടെ ഏതോ ഒരു സംഖ്യ കൂട്ടിയാലാണ് 10 കൂട്ടിയപ്പോഴാണ്. അപ്പൊ ഈ 10 അപ്പുറം എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പൊ 4x സമം 130 - 10 പ്ലസ് സമത്തിന്റെ അപ്പുറം പോകുമ്പോൾ മൈനസ് തന്നെ വിചാരിച്ചു നിങ്ങളെ. അപ്പോ 100 എത്ര വരും? അത് 120 വരും. ഓക്കെ, ഇനി ഇത് 4x എന്ന് പറഞ്ഞാൽ 4 × x ആണ് അല്ലെ? ഗുണിക്കണം 4 സമത്തിന്റെ അപ്പുറം പോകുമ്പോൾ ഹരിക്കണം എന്ന് പഠിക്കുക. നമ്മൾ പഠിച്ചു അല്ലെ? ഇവിടെ 4 മടങ്ങാണെങ്കിൽ തിരിച്ചു വരുമ്പോൾ 4ൽ ഒരു ഭാഗമാവുന്നു. അപ്പോ 120/4 ഹരിക്കണം 4. 120 4 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 30 കിട്ടും. അപ്പൊ എക്സ് സമം നമുക്ക് എത്ര കിട്ടി? 30 എന്ന വില കിട്ടി. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 കിലോ വെണ്ടയ്ക്കുള്ള പൈസയാണ് എത്ര? 30. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കുറച്ചുകൂടി പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. ഓക്കെ, ഇവിടെ നോക്ക്. 10 മീറ്റർ നീളമുള്ള കമ്പി വളച്ച് ഒരു ചതുരം ഉണ്ടാക്കണം. വീതിയേക്കാൾ 1 മീറ്റർ കൂടുതൽ വേണം നീളം. വീതിയേക്കാൾ 1 മീറ്റർ കൂടുതൽ നീളം വേണം. നീളവും വീതിയും എത്രയായിരിക്കണം? ഇതൊക്കെ സാധാരണ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. കാരണം ഇവിടെ 10 മീറ്റർ ആണ് നീളമുള്ള കമ്പിയാണ്. അപ്പോ ഒരു ചതുരത്തിനുണ്ടാകുന്ന വീതിയുടെ എന്താണ്? നമുക്ക് ചുറ്റളവ്. കമ്പി വളച്ച് ചതുരം ഉണ്ടാക്കുന്നു. 10 മീറ്റർ നീളമുള്ള കമ്പി വളച്ച് ഒരു ചതുരം ഉണ്ടാക്കണം. അപ്പൊ ഈ 10 മീറ്റർ നമ്മളിങ്ങനെ ഒരു കമ്പി ഇട്ട് ഈ 10 മീറ്റർ എന്നുള്ള ഒരു കമ്പി നമ്മള് ഇങ്ങനെ ഒരു 10 മീറ്റർ ഉള്ള കമ്പി നമ്മൾ വളച്ചിട്ടാണ് ഒരു ചതുരം ഉണ്ടാക്കുന്നത്.
അപ്പൊ ഈ ചതുരത്തിന്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ള അളവാണല്ലോ. ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു 10 മീറ്റർ കമ്പിയാണല്ലോ അല്ലെ. ഈ 10 മീറ്റർ കമ്പി ഇങ്ങനെ വളച്ചിട്ടല്ലേ ഉണ്ടാകുന്നത്. അപ്പൊ ചുറ്റുമുള്ള അളവ്, ചുറ്റളവ് എത്രയാ വരിക നമുക്ക്? ചുറ്റളവ് എത്ര വരും? 10 മീറ്റർ വരും അല്ലെ. 10 മീറ്റർ ആ ചുറ്റളവ് വരാം. ചുറ്റളവ്, ചതുരത്തിന്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 പ്രാവശ്യം നീളവും 2 പ്രാവശ്യം വീതിയും കൂട്ടണം അല്ലെ. അപ്പൊ 2 പ്രാവശ്യം നീളം കൂട്ടണം, 2 പ്രാവശ്യം വീതി കൂട്ടണം. അപ്പൊ 2 ഇൻറ്റു നീളം പ്ലസ് 2 ഇൻറ്റു വീതി, 2 വീതിയും കൂട്ടിയതാണ് 10 മീറ്റർ അല്ലെ. അപ്പൊ 2 ഇങ്ങനെ പുറത്തെടുത്താൽ 2 ഇൻറ്റു നീളം പ്ലസ് വീതി ആണ് എത്ര? 10. നീളവും വീതിയും കൂട്ടിയിട്ട് അതിനെ 2 കൊണ്ട് ഗുണിച്ചതാണ് ഈ 10 ചുറ്റളവ്. അപ്പൊ ചുറ്റളവ് കാണേണ്ട ഇക്വേഷൻ, ചതുരത്തിന്റെ ചുറ്റളവ് കാണേണ്ട ഇക്വേഷൻ എന്താണ്? 2 ഇൻറ്റു നീളം പ്ലസ് വീതി ആണല്ലോ. വീതിയും നീളവും കൂട്ടിയിട്ട് അതിന് 2 കൊണ്ട് കൂട്ടിക്കണം. കാരണം 2 വീതിയും 2 നീളവും ഉണ്ട്. അതിവിടെ തന്നിട്ടുണ്ട്. എത്രയാന്ന്? 10. അപ്പൊ നീളവും വീതിയും കൂട്ടിയാൽ എത്രയായിരിക്കും നമുക്ക് കിട്ടുക? എത്രയായിരിക്കും? ഈ ഗുണിക്കണം 2 അപ്പുറം പോകുമ്പോൾ ഹരിക്കണം, അല്ലെങ്കിൽ ഇത് 2 മടങ്ങാണ്. അപ്പോ ഇതിനെ 2 കൊണ്ട് ഹരിക്കുക. 2 ഇൻറ്റു നീളം പ്ലസ് വീതിയാണ് 10. അപ്പൊ നീളം പ്ലസ് വീതി എത്രയായിരിക്കും? 5 അല്ലെ. നീളം പ്ലസ് വീതി നമുക്ക് എന്ത് കിട്ടും? നീളം പ്ലസ് വീതി 5 കിട്ടി. ഇനി വീതിയുടെ നീളം വീതിയേക്കാൾ 1 കൂടുതലാണ്. നീളം നിറഞ്ഞത് വീതിയേക്കാൾ 1 കൂടുതലാണ്. അപ്പൊ ഇവിടെ നീളമാണുള്ളത്, അത് വീതിയേക്കാൾ എന്ത് പറയുന്നു? വീതി പ്ലസ് 1 ആണ് നീളം നിറഞ്ഞത്. വീതി പ്ലസ് 1 പ്ലസ് വീതിയാണ്. അപ്പൊ 2, ഇപ്പൊ വീതിയും വീതി കൂട്ടിയാല് 2 വീതി അല്ലെ. 2 വീതി പ്ലസ് 1 ആണ് 5. അപ്പൊ 2 വീതി എത്രയായിരിക്കും? 2 വീതി എന്ന് പറയുന്നത് 2 പ്രാവശ്യം വീതി കൂട്ടിയ പറയുന്നത് 5 1 കുറക്കുക. അപ്പൊ എത്ര കിട്ടും നമുക്ക്? 4 കിട്ടും. അപ്പൊ വീതി എത്ര കിട്ടും നമുക്ക്? വീതി എത്ര കിട്ടും? 4/2 സമം 2 കിട്ടും. എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി പറയാം. ഓക്കെ, ഇവിടെ നോക്കാം. ചതുരത്തിന്റെ ചുറ്റളവ് നീളവും വീതിയും കൂട്ടിയതിന്റെ 2 മടങ്ങാണല്ലോ. ഞാനിപ്പോ പറഞ്ഞു 2 ഇൻറ്റു നീളം പ്ലസ് വീതി. അപ്പൊ ചതുരത്തിന്റെ ചുറ്റളവ് നീളവും വീതിയും കൂട്ടിയതിന്റെ 2 മടങ്ങാണ്. ഇവിടെ നീളം വീതിയേക്കാൾ 1 കൂടുതലാണ്. അപ്പോൾ നീളവും വീതിയും കൂട്ടുകയാണെങ്കിൽ വീതിയും വീതിയോട് 1 കൂട്ടിയതും തമ്മിൽ കൂട്ടിയാൽ പോരെ. അപ്പോൾ പ്രശ്നം ഇതാണ്. ഒരു സംഖ്യയുടെയും അതിനോട് 1 കൂട്ടിയതിന്റെയും തുകയുടെയും 2 മടങ്ങാണ് 10. സംഖ്യ ഏതാണ്? നോക്കാം. അവസാനം എടുത്ത 2 മടങ്ങ് ഒഴിവാക്കിയാൽ ഇങ്ങനെ പറയാം. ഒരു സംഖ്യയുടെയും അതിനോട് 1 കൂട്ടിയതിന്റെയും തുകയാണ് 5. തുക 5. ഏത് സംഖ്യയായാലും അതും അതിനോട് 1 കൂട്ടിയതും തമ്മിൽ കൂട്ടുകയാണ്. എക്സ് പ്ലസ് എക്സ് പ്ലസ് 1 സമം എത്രയാണ്? നമ്മൾ വീതി എന്താക്കി എടുക്കുക? വീതി സമം എക്സ് ആക്കി എടുക്കുക. അപ്പം നീളം നിറഞ്ഞ എത്രയായിരിക്കും? നീളം സമം എക്സ് പ്ലസ് 1 ആയിരിക്കൂലേ. കാരണം വീതിയോട് 1 കൂട്ടിയതാണ് നീളം എന്ന് പറയുന്നുണ്ട്. അപ്പോ നമുക്കറിയാം ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു നീളം പ്ലസ് വീതിയാണ് ചുറ്റളവ് അല്ലെ. സമം എത്ര തന്നിട്ടുണ്ട്? ഇവിടെ 10 തന്നിട്ടുണ്ട്. അപ്പൊ ഈ 2 അപ്പുറം പോയാൽ എന്ത് വരും? നീളം പ്ലസ് വീതി എന്ന് പറയുന്നത് ഈ ഗുണിക്കണ 2 അപ്പുറം പോകുമ്പോൾ ഹരിക്കണം 2. 10/2 എത്ര കിട്ടി? 5. അല്ലെങ്കിൽ ഇവിടെ 2 ഇരട്ടിയാണിത്. അപ്പൊ ഇത് പറയുന്നത് 5 ആയിരിക്കും. ഇത് നീളം നമുക്കറിയാം എന്താണ്? എക്സ് പ്ലസ് 1 ആണ്. എക്സ് പ്ലസ് 1. വീതി എത്രയാണെന്നറിയാം? എക്സ് ആണ്. സമയം എത്ര കിട്ടിയ നമുക്ക്? 5. എക്സ് കൂട്ടിയാൽ എത്രയാ? എക്സ് കൂട്ടിയാല് 2x ആണേടോ. എക്സ് കൂട്ടിയാല് എക്സ് പ്ലസ് എക്സ് സമം 2x. 2x പ്ലസ് എക്സ് സമം 3x. മറന്നു പോണ്ട. എക്സുകൾ ഇങ്ങനെ കൂട്ടുമ്പോൾ നമ്മൾ സംഖ്യകൾ ഇങ്ങനെ കൂട്ടി എഴുതിയാൽ മതി അല്ലെ. 3x പ്ലസ് 2x സമം എത്രയാണ്? 5x. പക്ഷെ ഗുണിക്കുമ്പോൾ എക്സ് ഗുണിക്കണം എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് സ്ക്വയർ ആണ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഗുണിക്കുമ്പോൾ. കൂട്ടുമ്പോൾ ഒന്നും നോക്കണ്ടതാ. 4x മൈനസ് 2x ഒന്നും ചിന്തിക്കാനില്ല. എത്രയാണ്?
2x. അപ്പൊ 4 തേങ്ങയെന്ന് 2 തേങ്ങ കുറച്ചാൽ 2 തേങ്ങയല്ലേ, അതേ ഉള്ളൂ. അപ്പൊ 4x മൈനസ് 2x 2x. അപ്പൊ ഇവിടെ എക്സും കൂട്ടിയാല് നമുക്ക് എത്ര കിട്ടും? 2x കിട്ടും. പക്ഷെ എക്സ് ഒന്ന് കൂട്ടാൻ പറ്റുമോ? എക്സിന്റെ കൂടെ ഒന്ന് കൂട്ടാൻ പറ്റുമോ? ഇല്ല, എക്സിന്റെ കൂടെ ഒന്ന് കൂട്ടാൻ പറ്റും. അത് അങ്ങനെ തന്നെ എഴുതലേ നമുക്ക് രക്ഷയുള്ളൂ. അപ്പം പ്ലസ് എത്ര വരും? 1 സമം 5. ഈ പ്ലസ് ഒന്ന് സമത്തിന്റെ അപ്പുറം പോകുമ്പോ മൈനസ് അല്ലെ. അപ്പൊ 2x സമം 5 മൈനസ് 1 അല്ലെ. 5 മൈനസ് 1 എത്ര കിട്ടും? 4 കിട്ടും. 2x സമം എത്ര കിട്ടി? 4 കിട്ടി. അപ്പൊ എക്സ് എത്രയാ കിട്ടുക? ഈ ഗുണിക്കണം 2. ഈ 2x എന്ന് പറഞ്ഞാലേ, ഈ 2x എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല് 2 ഗുണിക്കണം എക്സ്. 2 ഗുണിക്കണം എക്സ് കേട്ടോ, 2x എന്ന് പറഞ്ഞാല്. അപ്പൊ ഈ ഗുണിക്കണം 2 ഇവിടെ നോക്കാം, ഇവിടെ ഗുണിക്കണം 2 ഗുണിക്കണം എക്സ് സമം അല്ലെ. അപ്പൊ ഈ ഗുണിക്കണം 2 സമത്തിന്റെ അപ്പുറം പോകുമ്പോൾ എന്താവും? ഹരിക്കണം. അപ്പൊ എക്സ് സമം എന്ത് കിട്ടും നമുക്ക്? 4 ഹരിക്കണം 2 എത്ര കിട്ടി? 2 എന്ന് ഉത്തരം കിട്ടും. അപ്പൊ ഇനിയും മനസ്സിലാവാത്ത ആളുകളുണ്ടെങ്കിൽ വീഡിയോ ഒന്നുകൂടി പോയി ഒന്ന് കണ്ടു നോക്കുക. പ്രോബ്ലം ഒന്നുകൂടി ഒന്ന് കാണുക, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഒരു കസേരയ്ക്കും മേശയ്ക്കും കൂടി 4500 രൂപയാണ് വില. മേശയ്ക്ക് കസേരയേക്കാൾ 100 രൂപ കൂടുതലാണ്. ഓരോന്നിന്റെയും വില എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓരോന്നിന്റെയും വില എത്ര? ഇവിടെ നോക്കാം നമുക്ക്. നമ്മൾ കസേരയ്ക്കും മേശയ്ക്കും കൂടിയുള്ള വിലയാണ് 4500. അപ്പൊ കസേരയേക്കാൾ 100 രൂപ കൂടുതലാണ് മേശയ്ക്ക്. അപ്പൊ കസേരയ്ക്ക് നമുക്ക് എത്ര രൂപ എടുക്കാം? കസേരയുടെ വില നമ്മൾ എന്തായിട്ട് എടുക്കുക? എക്സ്. അപ്പൊ മേശയുടെയോ? മേശയുടെ എത്രയാവും? കസേരയേക്കാൾ 1000 രൂപ കൂടുതലാണ് മേശയ്ക്ക്. അപ്പൊ എക്സ് പ്ലസ് 1000. ഇത് എഴുതാൻ നിങ്ങൾ പഠിക്കണം. ഇത് എഴുതാം. അപ്പൊ കാണേണ്ടത് നമുക്ക് കസേരയുടെയും മേശയുടെയും വിലയാണ്. അപ്പൊ കസേരയേക്കാൾ 1000 കൂടുതലാണ് മേശയ്ക്ക്. അപ്പൊ കസേരയുടെ വില എക്സ് എടുത്താല് മേശയുടെ വില എക്സ് പ്ലസ് 1000. ഇനിയിപ്പോ നിങ്ങൾ മേശയുടെ വിലയാണ് എക്സ് എടുക്കുന്നതെങ്കിൽ എക്സിന് എത്ര കുറക്കണം? കസേരയുടെ വില 1000 കുറക്കണം. അപ്പൊ നിങ്ങൾ ഏറ്റവും ചെറുത് എക്സ് എടുത്താൽ നിങ്ങൾക്ക് കൂട്ടല് മാത്രം മതിയല്ലോ. അപ്പൊ കസേരയുടെ വില നിങ്ങൾ എക്സ് ആക്കി എടുത്തു. അപ്പൊ മേശയുടെ വില എന്താക്കി എടുത്തു? എക്സ് പ്ലസ് 1000 ആണല്ലോ. അപ്പൊ രണ്ടും കൂടി കൂട്ടിയാല്, കസേരയുടെയും മേശയുടെയും കൂട്ടിയാല് നമുക്ക് 4500. അപ്പൊ കസേരയുടെ വില എത്രയാണ്? എക്സ് പ്ലസ് മേശയുടെ വില എത്രയാണ്? എക്സ് പ്ലസ് 1000 സമം എത്ര വരും നമുക്ക്? 4500. ഓക്കെ, ഈ പ്ലസ് 1000 സമത്തിന്റെ അപ്പുറം പോകുമ്പോ എന്താകും? മൈനസ് 1000 ആവും അല്ലെ. അപ്പോ എക്സ് പ്ലസ് എക്സ് എത്രയായി? എക്സ് പ്ലസ് എക്സ് എത്രയായി? 2x. ഞാനിപ്പോ പറഞ്ഞതാണ്. പ്ലസ് 1000 സമം നമുക്ക് എത്ര കിട്ടിയേക്ക്? 4500. ഓക്കെ, പ്ലസ് 1000 അപ്പുറം പോകുമ്പോ മൈനസ് 1000. അപ്പൊ 2x സമം 4500 മൈനസ് 1000 എത്ര വരിക? 3500. ഓക്കെ അല്ലേ. അപ്പൊ എക്സ് സമം ഈ ഗുണിക്കട 2 സമത്തിന്റെ അപ്പുറം പോകുമ്പോ എത്രയാവും? ഗുണിക്കട 2 സമത്തിന്റെ അപ്പുറം പോകുമ്പോ എത്രയാവും? ഹരിക്കണം അല്ലെ. അപ്പൊ 3500 ഹരിക്കണം 2. 3500നെ ഹരിക്കണം 2. അപ്പൊ 2 3 1 പ്രാവശ്യം, ബാക്കി 15 2 7 പ്രാവശ്യം, 10 2 5 പ്രാവശ്യം, 1750. അതായത് കസേരയുടെ വില 1750. അതിനേക്കാൾ 1000 രൂപ. അപ്പൊ കസേരയുടെ വില നിങ്ങൾക്ക് എത്ര കിട്ടി? കസേരയുടെ വില 1750 കിട്ടി. അപ്പൊ മേശയുടെ വില എത്രയായിരിക്കും? 1750ന്റെ കൂടെ എത്ര കൂട്ടണം? 1000 കൂട്ടണം അല്ലെ. അപ്പൊ 2750. ഹരിക്കുന്നൊക്കെ അറിഞ്ഞൂടെ? ഹരിക്കുന്ന അറിയാത്ത ആൾക്കാരുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോളെ. ഹരിക്കുന്ന ഗുണിക്കുന്ന അറിയില്ലെങ്കിൽ കമന്റ് ചെയ്യാ, പഠിപ്പിച്ചു തരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അതും നമ്മൾ ചെയ്തു കഴിഞ്ഞു. അടുത്തൊരു പ്രോബ്ലം നോക്കാം. 100 രൂപ ചില്ലറയാക്കിയപ്പോൾ 20ന്റെയും 10ന്റെയും നോട്ടുകളാണ് കിട്ടിയത്. ആകെ 7 നോട്ടുകൾ. ഓരോന്നും എത്ര വീതം കിട്ടി? നോക്കാം. 20 രൂപയും 100 രൂപയാണ്
100 രൂപ ചില്ലറയാക്കിയപ്പോൾ നമുക്ക് 20 രൂപ നോട്ടുകളും അതേപോലെ എത്ര രൂപ നോട്ട് 20 രൂപ നോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. അതേപോലെ 10 രൂപ നോട്ടുകളും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആകെ 7 രൂപ നോട്ടുകളാണ് 7 നോട്ടുകളാണ് കിട്ടിയത്. ആകെ 7 നോട്ടുകൾ. അതിൽ 20 ഉണ്ട് 10 ഉണ്ട്. എങ്ങനെ കാണുന്നു വെച്ചാല് 20 രൂപ നോട്ടുകളുടെ എണ്ണം 20 രൂപ നോട്ടുകളുടെ എണ്ണം നമ്മൾ എന്താക്കി എടുത്തു? എണ്ണം എത്രയാക്കി എടുത്തു? എക്സ് ആക്കി എടുത്തു. അപ്പൊ 10 രൂപയുടെ എന്ത് വരും? 10 രൂപ എത്ര എണ്ണം ഉണ്ടാവും? ആകെ 7 അല്ലേ ഉള്ളത്. അപ്പൊ 7 എന്ത് കുറച്ചാൽ മതി? എക്സ് കുറച്ചാൽ പോരെ. അപ്പൊ എക്സ് എണ്ണം എന്തുണ്ട്? 20 രൂപ നോട്ടുകളും 7 മൈനസ് എക്സ് 10 രൂപ നോട്ടുകളുണ്ട്. കാരണം ഈ രണ്ടും കൂടി കൂട്ടിയ 7 ആണ്. അപ്പൊ ആകെ 7 നോട്ടുകളാണ്. അതിൽ എക്സ് എണ്ണം 20 ആണ്. അപ്പൊ ഈ 7 എക്സ് കുറച്ചതായിരിക്കില്ലേ 10 രൂപ നോട്ടുകള്. അതായത് 7 ഇപ്പം നോക്കാം 4 20 രൂപ നോട്ടുകളാന്ന് വിചാരിക്കും നമ്മൾ. ഇപ്പൊ വിചാരിക്കുകയാണേ. അപ്പൊ 7 എണ്ണം നോട്ടുകൾ നമ്മുടെ കയ്യിലുണ്ട്. 7 നോട്ടുകൾ നമ്മുടെ കയ്യിലുണ്ട്. അതിൽ 4 20 ആണെങ്കിൽ ഈ 7 4 കുറച്ചാൽ ബാക്കി 3 ആയിരിക്കുമല്ലോ 10 അല്ലെ? കാരണം ഇത് രണ്ടും കൂട്ടിയാൽ 7 കിട്ടും. അതേപോലെ എക്സ് എണ്ണാണ് 20 രൂപ നോട്ടുകൾ. അപ്പൊ 7 എക്സ് കുറച്ചതായിരിക്കില്ലേ അടുത്തത് 3 രൂപ 10 രൂപ നോട്ടുകള്. മനസ്സിലായില്ലേ? ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി എക്സ് 20 രൂപ നോട്ടുകളും പ്ലസ് 7 മൈനസ് എക്സ് 10 രൂപ നോട്ടുകളും തമ്മിൽ കൂട്ടിയാൽ നമുക്ക് എത്ര രൂപയാ കിട്ടുക? 1000 രൂപ, 100 രൂപയാണ്. അപ്പൊ 20 ഇൻറ്റു എക്സ് 20 എക്സ് പ്ലസ് ഈ 10 കൊണ്ട് ബ്രാക്കറ്റിന്റെ ഉള്ളിലേക്ക് ഗുണിക്കാം. അതല്ലേ നോക്ക് 10 ഇൻറ്റു 7. ഈ ബ്രാക്കറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറത്തൊരാളുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഈ ബ്രാക്കറ്റിലുള്ള രണ്ടിനെയും അതുകൊണ്ട് ഗുണിക്കാന്ന്. ഓക്കെ, അപ്പൊ 7 ഇൻറ്റു 10 എത്ര വരും? 70. ഇവിടെ മൈനസ് ആണേ. മൈനസ് എക്സ് ഇൻറ്റു 10 എത്ര വരിക? മൈനസ് 10x. അറിയാവോ പ്ലസിന്റെയും മൈനസിന്റെയും ഒക്കെ ഹരണവും ഗുണനവും ഒക്കെ അറിയാവോ? അറിയാത്തവരുണ്ടോ? ഉണ്ടെങ്കിൽ വേഗം കമന്റ് ചെയ്തോ, പറഞ്ഞു തരുന്നുണ്ട്. മൈനസുകൾ തമ്മിൽ കൂട്ടുന്നതും ഗുണിക്കുന്നതും ഒക്കെ അറിയോ? മൈനസും മൈനസും ഗുണിച്ചാൽ എന്താകും? മൈനസും മൈനസും കൂട്ടിയാൽ എന്താകും? അറിയാവോ? അറിയാത്തവരുണ്ടെങ്കിൽ വേഗം കമന്റ് ചെയ്തോ, പറഞ്ഞുതരാം. ഇവിടെ നോക്കാം, 20x ഉണ്ട് മൈനസ് 10x ഉണ്ട്. 20x 10x കുറച്ച് എത്ര ഇവിടെ? 10x പ്ലസ് 70 സമം 100 ആണല്ലോ. അപ്പൊ 10x സമം 100 മൈനസ് 70 ആണേ. ഈ പ്ലസ് 70 അപ്പുറം പോകുമ്പോൾ മൈനസ് 70. അപ്പൊ 10x സമം എത്ര കിട്ടും നമുക്ക്? 30 കിട്ടി. അപ്പൊ എക്സ് സമം 30/10 3 കിട്ടി. അപ്പൊ 20 എണ്ണം നോട്ടുകൾ എത്ര ഉണ്ട്? 3 എണ്ണം ഉണ്ട് അല്ലെ? അപ്പൊ 7 3 കുറച്ച ബാക്കി 4 10 രൂപ നോട്ടുകളും 3 20 രൂപ നോട്ടുകളായിരിക്കും. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്തു അല്ലെ. 80 മീറ്റർ ചുറ്റളവുള്ള ഒരു ചതുരത്തിന്റെ നീളം വീതിയുടെ 2 മടങ്ങിനേക്കാൾ 1 മീറ്റർ കൂടുതലാണ്. അതിന്റെ വീതിയും നീളവും കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഇത്തിരിയൂടി ശ്രദ്ധിക്കണം. 80 മീറ്റർ ചുറ്റളവ്. ചുറ്റളവ് ഇവിടെ തന്നിട്ടുണ്ട്. ചുറ്റളവ് തന്നിട്ടുണ്ട്. എന്താണ് ചുറ്റളവ്? തന്ന കാര്യം വിളിക്കുക. ചുറ്റളവ് എത്ര തന്നിട്ടുണ്ട്? 80 തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് നീളവും വീതിയുമാണ് അല്ലേ? അപ്പം നീളം വീതിയുടെ 2 മടങ്ങിനേക്കാൾ 1 മീറ്റർ കൂടുതലാണ്. അപ്പൊ വീതി നമ്മൾ എന്താക്കി എടുക്കുക? വീതി നമ്മള് എക്സ് ആക്കി എടുക്കുക. അപ്പൊ നീളം പറയാം, ശ്രദ്ധിച്ചോളെ. നീളം എഴുതുന്നത് നീളം സമം വീതിയുടെ 2 മടങ്ങ് എന്താ വരിക? 2x. വീതിയുടെ 2 മടങ്ങ് എന്ന് പറഞ്ഞാൽ 2x. 2xന്റെ കൂടെ 1 കൂടുതലാണ്. നോക്കാം ഇവിടെ പറഞ്ഞത് വരയ്ക്കണം. നീളം വീതിയുടെ 2 മടങ്ങിനേക്കാൾ 1 മീറ്റർ കൂടുതലാണ്. 2 മടങ്ങിനേക്കാൾ 1 മീറ്റർ കൂടുതലാണ്. അപ്പൊ അതിന്റെ നീളവും വീതിയും കണ്ടുപിടിക്കാനാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇതായി. അപ്പൊ ചുറ്റളവിന്റെ ഇക്വേഷൻ നമുക്കറിയാം. എന്താണ് ചുറ്റളവിന്റെ ഇക്വേഷൻ? 2 ഇൻറ്റു നീളം പ്ലസ് വീതി. 2 ഇൻറ്റു നീളം പ്ലസ് വീതിയാണ് ചുറ്റളവ്. എത്ര ഇവിടെ തന്നിട്ടുണ്ട്? 80 തന്നിട്ടുണ്ട്. ചുറ്റളവ് 80 അറിയാം അല്ലെ? അപ്പം നീളം പ്ലസ് വീതി എത്ര വരിക? നീളം പ്ലസ് വീതി എന്ന് പറയുന്നത്
ഈ ഗുണിക്കണ 2 അപ്പുറം പോകുമ്പോൾ ഹരിക്കണ 2. അപ്പൊ 80 ഹരിക്കണം 2 സമയം എത്ര കിട്ടി നമുക്ക്? 40. അപ്പൊ നീളവും വീതിയും കൂട്ടിയാൽ ഇതാണ്. അപ്പൊ നീളം നമുക്കറിയാം. എത്രയാണ് ഇവിടെ നീളം? 2x പ്ലസ് 1. 2x പ്ലസ് 1 പ്ലസ് വീതി എത്രയാണെന്നറിയാം? എക്സ് ആണെന്നറിയാം. അതാണ് 40 ആണല്ലോ. ഓക്കെ, ഈ 2x എക്സും കൂട്ടിയാല് ഞാൻ നേരത്തെ പറഞ്ഞു എത്രയാണ്? 3x ആണ് അല്ലെ? ഈ പ്ലസ് 1 അതിനോട് ഒന്നും കൂട്ടാനില്ല. സംഖ്യകൾ തമ്മിൽ കൂട്ടാട്ടോ. അപ്പം ഈ ഒന്നിന്റെ കൂടെ വേറെ എന്തെങ്കിലും പ്ലസ് 2 എന്നൊക്കെ ഉണ്ട്, അത് രണ്ടും കൂട്ടാം. ഇവിടെ ഒന്നും ഇല്ലല്ലോ. അപ്പം 40 കിട്ടി. അപ്പം 3x സമം ഈ പ്ലസ് 1 അപ്പുറം പോകുമ്പോൾ -1. അപ്പൊ 40 - 1 എത്ര കിട്ടി നമുക്ക്? 39 കിട്ടി. അപ്പൊ എക്സ് ഇവിടെ ചെയ്യാം. എക്സ് സമം ഈ 3x എന്ന് പറഞ്ഞാൽ 3 ഗുണിക്കണം എക്സ് അല്ലേ? അപ്പൊ ഗുണിക്കണം 3 അപ്പുറം പോകുമ്പോൾ ഹരിക്കണം 3. അപ്പൊ 39 ഹരിക്കണം 3 ഹരിക്കുമ്പോ എത്ര വരും? 13. എക്സ് സമം എത്ര കിട്ടി നമുക്ക്? 13 കിട്ടി. എക്സ് സമം 13. അപ്പോൾ ചുറ്റളവിൽ വീതി എത്ര കിട്ടി? 13 കിട്ടി. അപ്പൊ 13ന്റെ ഇരട്ടി എത്ര വരും? 26. 26നോട് 1 കൂട്ടിയാൽ എത്ര കിട്ടും? 27. ഇത് രണ്ടുമാണ് ഉത്തരങ്ങൾ, നീളവും വീതിയും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാ? ഈ രീതിയിൽ നിങ്ങൾ ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കാം. ഓക്കെ, കിട്ടാത്തവരുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ഒരു നമ്പർ പറഞ്ഞില്ലായിരുന്നോ? ആ നമ്പറിൽ വാട്സപ്പിൽ നമ്മളെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്താൽ എല്ലാ പ്രോബ്ലംസും നിങ്ങൾക്ക് കിട്ടും. കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് അല്ലേ? ഈ വ്യത്യസ്ത പ്രശ്നങ്ങൾ കൂടിയുണ്ട്, അതും കൂടി പറഞ്ഞിട്ട് അതുകൂടി പറയാം. ഇനി വ്യത്യസ്ത പ്രശ്നങ്ങളാണുള്ളത്. ഓക്കെ, ഇനി ഈ ചാപ്റ്ററിന്റെ അവസാന ഭാഗത്തേക്ക് പോവാം. വ്യത്യസ്ത പ്രശ്നങ്ങൾ നോക്കാം. ഒരു സംഖ്യയുടെ 3 മടങ്ങിനോട് 10 കൂട്ടിയപ്പോൾ സംഖ്യയുടെ 5 മടങ്ങായി സംഖ്യ ഏതാണ്? ഒരു സംഖ്യയുടെ 3 മടങ്ങിനോട് 10 കൂട്ടിയപ്പോൾ സംഖ്യയുടെ 5 മടങ്ങ്. അപ്പൊ നമുക്ക് കാണേണ്ട സംഖ്യാസമം നമ്മൾ എന്താക്കി എടുക്കുക? എക്സ് ആക്കി എടുക്കുക. സംഖ്യ എക്സ് ആക്കി എടുക്കുക. അപ്പോ ഈ സംഖ്യയുടെ 3 മടങ്ങിനോട്, 3 മടങ്ങ് എന്ന് പറയുമ്പോൾ എത്ര വരുക? 3x പ്ലസ് 3x മടങ്ങിനോട് 10 കൂട്ടിയപ്പോൾ എത്ര കിട്ടി? ആ സംഖ്യയുടെ 5 മടങ്ങ്. സംഖ്യയുടെ 5 മടങ്ങ് എന്ന് പറഞ്ഞാല് 5x മടങ്ങ് എന്ന് പറയുമ്പോൾ ഗുണിക്കും. 5x കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പോ ഇനി നമുക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങൾ വന്നാൽ എന്ത് ചെയ്യാൻ നോക്കാം. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? 3x പ്ലസ് 10 സമം 5x. 3xനോട് എത്രയോ കൂട്ടിയപ്പോ 5x കിട്ടി. അപ്പൊ 3xനോട് 2x കൂട്ടുമ്പോഴല്ലേ 5x വരിക. 3xനോട് 2x കൂട്ടുമ്പോഴല്ലേ 5x വരിക. അപ്പൊ 2xന്റെ സ്ഥാനത്ത് ആരാ ഉള്ളത്? 10. അപ്പൊ 2x സമം നമുക്ക് എത്ര കിട്ടും? 10 കിട്ടും. 2x സമം 10 ആണെങ്കിൽ x സമം 10 ഗുണിക്കണം 2 ഇപ്പുറം വരുമ്പോ ഹരിക്കണം 2. എത്ര കിട്ടി നമുക്ക്? ഉത്തരം 5 എന്ന് കിട്ടി. എക്സ് സംഖ്യ 5. ഇനി ഇതല്ല, ഇങ്ങനെ ചിന്തിക്കുന്നില്ല, നമുക്ക് ഇങ്ങനെയുള്ളത് നോക്കാം. 3x പ്ലസ് 10 സമം 5x ഇങ്ങനെയുള്ളതെന്ന് കരുതുക. 3x പ്ലസ് 10 സമം 5x. ഈ 3x അങ്ങനെ തന്നെ അപ്പുറത്തേക്ക് പോവാ. ഈ 3x ഇവിടെയുള്ള ബന്ധം എന്താ ഉള്ളത്? പ്ലസ് 3x അല്ലേ ഉള്ളത്. ഇവിടെ 10 ആയിട്ടുള്ള ബന്ധം നോക്കാം. പ്ലസ് 3x അല്ലേ ഉണ്ടാവുക. അപ്പൊ ഇവിടെ ബാക്കി ആരാ ഉള്ള? 10 മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. ഇവിടെ 5x ഉണ്ട്. ഈ പ്ലസ് 3x സമത്തിന്റെ അപ്പുറത്തേക്ക് ഞാൻ കൊണ്ടുപോകുമ്പോ എന്താകും? -3x ആകും അല്ലെ? നോക്ക്, ഈ പ്ലസ് ഇവിടെ ഈ 3xന് ഇവിടെ ആയിട്ടുള്ള ബന്ധം പ്ലസ് ആണ്. 10ന്റെ കൂടെ കൂട്ടാണ് എന്ത്. അപ്പൊ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? കുറക്കുക. അപ്പൊ 10 സമം നമുക്ക് എന്ത് കിട്ടി? 5x 3x കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 2x. 2x സമം 10 കിട്ടി. അപ്പൊ x സമം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 10/2 സമം 5. ഈ 2 രീതിയിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഏതാണോ സിമ്പിൾ ആയിട്ട് തോന്നുന്നത് ആ ഒരു രീതിയിൽ നിങ്ങൾ ഈ പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സംഖ്യയുടെ 13 മടങ്ങിനോട് 36 ഇവിടെ ഒരു സംഖ്യയുടെ 13 മടങ്ങിനോട് 36 കൂട്ടിയപ്പോൾ സംഖ്യയുടെ 31 മടങ്ങായി സംഖ്യ ഏതാണ്?
ഇത് വെറുതെ ചെയ്യാം. ഒരു സംഖ്യയുടെ 13 മടങ്ങ്, 13 മടങ്ങ് എന്ന് പറഞ്ഞാൽ എത്ര വരിക? 13x. സംഖ്യ x ആക്കി എടുത്തു. 13xനോട് 36 കൂട്ടിയപ്പോ നമുക്ക് എത്ര കിട്ടി? 36 കൂട്ടിയപ്പോ ആ സംഖ്യയുടെ 31 മടങ്ങായി, 31x ആയി. ഓക്കെ, നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ 13xന്റെ കൂടെ എത്ര എക്സ് കൂട്ടിയാലാണ് 31x കിട്ടുക എന്ന് ചിന്തിക്കാം. 13xന്റെ കൂടെ എത്ര എക്സ് കൂട്ടിയാലാണ് 31x? അപ്പൊ 31 എന്ത് കുറച്ചാൽ മതി? 13 കുറച്ചാൽ മതി. അപ്പൊ 11 3 കുറച്ചാൽ എത്ര കിട്ടും നിങ്ങൾക്ക്? 8, ഇവിടുന്ന് 18. ഓക്കെ, 18 അല്ലേ കിട്ടുക? അപ്പൊ 18x സമം നമുക്ക് എത്ര എഴുതാം? 36. അത് 13xന്റെ കൂടെ ഇവിടെ ഒരു 18x കൂട്ടുമ്പോഴാണ് 31x ആവുക. അപ്പൊ 18xന്റെ സ്ഥാനത്ത് ആരാ ഉള്ളത്? 36. അപ്പൊ x സമം നമുക്ക് എന്ത് വരാൻ പറ്റും? 36/18. 36/18 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 അല്ലേ? 2 ഉത്തരം കിട്ടും. ഇനി അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യാം? 13x പ്ലസ് 36 സമം 31x. ഓക്കെ അല്ലേ? ഈ പ്ലസ് 13x അപ്പുറം കൊണ്ടുപോകും. അപ്പൊ ബാക്കി ഇവിടെ എന്താ ഉണ്ടാവുക? 36 സമം ഇവിടെ എന്താ ഉണ്ടാവുക? 31x പ്ലസ് 13x. ഈ പ്ലസ് 13x അപ്പുറം വരുമ്പോൾ മൈനസ് 13x സമം എന്ന് പറഞ്ഞാല് ഈ 31 13 കുറച്ചാൽ എത്ര കിട്ടും നമുക്ക്? 18 കിട്ടും അല്ലേ? 18x. അപ്പം 36 സമം 18x. അപ്പം x സമം എത്ര കിട്ടും നമുക്ക്? ഈ ഗുണിക്കണം 18 ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഹരിക്കണം. അപ്പം 36/18 സമം എത്ര കിട്ടും നമുക്ക്? 2 കിട്ടി. ഏത് രീതിയിൽ ചെയ്താലും കുഴപ്പമില്ല. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ചാപ്റ്റർ പറയുന്നത്. അതായത് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ 3x എന്ന് പറയുന്നാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 3 ഗുണിക്കണ x. ഈ ഗുണിക്കണ x സമത്തിന്റെ അപ്പുറം പോകുമ്പോൾ എന്താവും? ഹരിക്കണം 3 ആവും. ഗുണിക്കണം 3 സമത്തിന്റെ അപ്പുറം പോകുമ്പോൾ ഹരിക്കണം 3. പ്ലസ് 3 സമത്തിന്റെ അപ്പുറം പോകുമ്പോൾ എന്താവും? -3 ആവും. -3 സമത്തിന്റെ അപ്പുറം പോകുമ്പോൾ എന്താവും? +3 ആവും അല്ലെ? അതേപോലെ ഗുണിക്കണം 3 അപ്പുറം പോകുമ്പോൾ ഹരിക്കണം 3 അപ്പുറം പോകുമ്പോൾ ഗുണിക്കണം. ഇത്രയേ ഉള്ളൂ. ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചാലേ നിങ്ങൾക്ക് എന്തായി? ഈ ചാപ്റ്റർ ഈസി ആയി. ഇതാണ് ബീജഗണിത രൂപം എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത പ്രോബ്ലം നോക്കാം. ഒരു സംഖ്യയുടെ 3 മടങ്ങിനോട് 12 കൂട്ടിയാൽ സംഖ്യയുടെ 5 മടങ്ങിനോട് 2 കൂട്ടിയതിന് തുല്യമാണ്. സംഖ്യ ഏതാണ്? ഈ ഒരു ചോദ്യമാണ് നമുക്ക് ചെയ്യേണ്ടത്. കാണേണ്ട സംഖ്യ നമ്മൾ എന്താക്കി എടുത്തു? കാണേണ്ട സംഖ്യ നമ്മൾ x ആക്കി എടുത്തു. സംഖ്യയുടെ 3 മടങ്ങിനോട്, 3 മടങ്ങ് എന്ന് പറയുമ്പോൾ എത്രയാ വരിക നമുക്ക്? 3x പ്ലസ് 12 കൂട്ടിയപ്പോൾ +12 സമം സംഖ്യയുടെ 5 മടങ്ങിനോട്, 5 മടങ്ങ് എന്ന് പറയുമ്പോൾ എത്ര വരാം? 5x പ്ലസ് 2 കൂട്ടിയതിന് തുല്യമാണ്. ഓക്കെ, 2 സംഖ്യയാണ്. ഒരു സംഖ്യയുടെ 3 മടങ്ങിനോട് 12 കൂട്ടിയാല് അത് 5 മടങ്ങിനോട് 2 കൂട്ടിയതിന് തുല്യാണെന്ന് പറയുന്നത്. തുല്യാണ്. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം. ഇവിടെ വലുതിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നല്ല. ഇവിടെ 5x ഉണ്ടല്ലോ, ഇവിടെയുള്ള 5x ഉള്ളത്. ഓക്കെ, ഇവിടെ 12 ഉണ്ട്. ഇവിടെ +3x ഉള്ളത്. ഈ +3x നമുക്ക് x എല്ലാം ഒരു സ്ഥലത്തേക്ക് ആക്കാം, x ഇല്ലാത്തത് മറ്റൊരു സൈഡിലേക്ക്. ഇത് +2 സമത്തിന്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഈ ഒരു +2 കാണുന്നില്ലേ? അത് സമത്തിന്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താകും? -2 ആകും അല്ലെ? +2 സമത്തിന്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ -2. ഈ 3x കാണുന്നില്ലേ? ഈ 3x സമത്തിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? -3x ആവും. അപ്പം ഇവിടെ എന്താ ഉണ്ടാവുക? 12 ഉണ്ട് അല്ലെ? 12 അവിടെ ഉണ്ട്. അപ്പുറത്തെ +2 ഇപ്പുറം വരുമ്പോൾ എന്താവും? -2 സമം ഇവിടെ ആരാ ഉള്ളത്? 5x +3x അപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും?
-3x. അപ്പം 12 2 കുറച്ച് എത്ര കിട്ടി? 10 സമം 5x 3x കുറച്ച് എത്ര കിട്ടി? 2x. ഞാൻ എന്താണെന്ന് അറിയോ ഈ 3x അപ്പുറത്തേക്ക് കൊണ്ടുവന്നത്? ഈ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോഴേ ഇവിടെ എന്താ വരിക? ഈ വലതിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഈ മൈനസിന്റെ പ്രശ്നം വരില്ല. ഈ 5x ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇവിടെ 3x -5x വരിക. അപ്പൊ അവിടെ ചെറുതെന്ന് വലുത് കുറക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾക്ക് മൈനസ് വരും. മൈനസ് വന്നാലും കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വലതിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത്, അപ്പുറത്തേക്ക് കൊണ്ടുവന്നത്. അപ്പൊ സമത്തിന്റെ എങ്ങോട്ട് കൊണ്ടുപോയാലും കുഴപ്പമില്ല. അപ്പൊ 10x സമം 2x, അല്ലെങ്കിൽ നമുക്ക് പറയാം 2x സമം 10. എല്ലാം സോറി 2x സമം 10. ഓക്കെ, അപ്പൊ x എത്രയായിരിക്കും? 10/2 സമം എത്ര കിട്ടി നമുക്ക്? 5. ഉത്തരം എത്രയായിരിക്കും? 5 ആയിരിക്കും. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പുവിന്റെ അമ്മയുടെ പ്രായം അപ്പുവിന്റെ പ്രായത്തിന്റെ 9 മടങ്ങാണ്. 9 വർഷങ്ങൾക്ക് ശേഷം 9 വർഷം കഴിയുമ്പോൾ ഇത് 3 മടങ്ങായി മാറും. ഇവരുടെ ഇപ്പോഴത്തെ പ്രായം എത്രയാണ്? അപ്പുവിന്റെയും അപ്പുവിന്റെ അമ്മേന്റെയും പ്രായത്തിനെ പറ്റിയാ പറയുന്നത്. നോക്കാം നമുക്ക്. അപ്പുവിന്റെ പ്രായത്തിന്റെ 9 മടങ്ങാണ് അമ്മയുടെ പ്രായം എന്നല്ലേ പറയുന്നത്. അപ്പുവിന്റെ അമ്മയുടെ പ്രായം അപ്പുവിന്റെ പ്രായത്തിന്റെ 9 മടങ്ങാണ്. അപ്പുവിന്റെ പ്രായത്തിന്റെ 9 മടങ്ങാന്നാ പറയുന്നത് അമ്മയുടെ പ്രായം. ഓക്കെ, നോക്കാം. അപ്പൊ അപ്പുവിന്റെ പ്രായം നമ്മൾ എന്താക്കി എടുക്കുക? എക്സ് ആക്കി എടുക്കുക. അപ്പുവിന്റെ പ്രായം എക്സ് ആക്കി എടുക്കുക. അപ്പൊ അമ്മയുടെ എന്താ വരിക? 9 മടങ്ങ്. അപ്പൊ എത്ര വരിക? 9x. 9 മടങ്ങാണല്ലേ. ഇനി 9 വർഷം കഴിയുമ്പോ അപ്പുവിന്റെ പ്രായം എത്രയായി? എക്സിന്റെ കൂടെ 9 കൂട്ടണ്ടേ? അപ്പൊ ഇന്ന് നിങ്ങൾക്ക് 20 വയസ്സാണെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ 21, 2 വർഷം കഴിയുമ്പോൾ 22, അങ്ങനെയല്ലേ പോവാ. അപ്പൊ 9 വർഷം കഴിയുമ്പോൾ 9 കൂട്ടണം. അപ്പൊ എക്സിന്റെ കൂടെ 9 കൂട്ടണം. അപ്പൊ അമ്മയുടെ വയസ്സ് എന്താവും? 9x കൂടെ എത്ര കൂട്ടണം? 9 കൂട്ടണം. ഇതാണ് 9 വർഷം കഴിയുമ്പോൾ ഇവരുടെ വയസ്സ്. അപ്പോൾ അന്നേരം ഇവരുടെ വയസ്സ് എന്ന് പറയുന്നത് 3 മടങ്ങാന്നാ പറയുന്നത്. അതായത് അപ്പുവിന്റെ വയസ്സിന്റെ ഈ ഒരു സമയത്ത് അപ്പുവിന്റെ വയസ്സിന്റെ 3 മടങ്ങാണ് അമ്മയുടെ വയസ്സ്. അപ്പുവിന്റെ വയസ്സ് എത്രയാണ്? x + 9. അതിന്റെ 3 മടങ്ങ് എന്ന് പറഞ്ഞാൽ അതിനെ എന്തുകൊണ്ട് ഗുണിക്കണം? 3 കൊണ്ട് ഗുണിക്കണം. ബ്രാക്കറ്റ് നിർബന്ധമാണ്, കാരണം രണ്ടിനെയും 3 കൊണ്ട് ഗുണിക്കണം. സമം എത്ര കിട്ടി നമുക്ക്? അമ്മയുടെ വയസ്സ് 9x + 9. അപ്പോൾ ആ ഒരു സമയത്ത് 3 മടങ്ങാണ്. അപ്പൊ 3 ഉള്ളിലേക്ക് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 3x + 3 × 9 27 സമം 9x + 9. അപ്പൊ 3x അപ്പുറത്തേക്ക് കൊണ്ടുപോകും അല്ലെ, കാരണം 9x കൂടുതലുള്ളിടത്തേക്ക് കൊണ്ടുപോകാം. അപ്പൊ മൈനസിന്റെ പ്രശ്നം വരില്ല. അപ്പൊ ഇവിടെ ബാക്കി എന്താ ഉണ്ടാവുക? 27 + 9 ഇപ്പുറം വരുമ്പോ -9 സമം 9x - 3x. ഓക്കെ, 27 9 കുറച്ചാൽ എത്രയാ വരിക നമുക്ക്? 18 അല്ലേ. 18 സമം 9x 3x കുറച്ചാല് 6x. അപ്പൊ x സമം നമുക്ക് എത്ര കിട്ടും? ഈ ഗുണിക്കണം 6 അപ്പുറത്തേക്ക് വന്നാൽ ഹരിക്കണം. അപ്പൊ 18 ഹരിക്കണം 6 എത്ര കിട്ടി? 3. അപ്പുവിന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്? 3 വയസ്സാണ്. അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സ് 27 വയസ്സാണ്. ഇനിയിപ്പം 9 മടങ്ങല്ലേ. ഇനിയിപ്പോ 9 കൂട്ടുമ്പോ എത്ര വരും? ഇവിടെ 12 വരും. ഇവിടെ 9 കൂട്ടുമ്പോ എത്ര വരും? 36. 3 മടങ്ങ്. റെഡിയാണ്. അപ്പോൾ ഇങ്ങനെയാണ് പ്രോബ്ലംസ് വരുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക? അതുപോലുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്തു നോക്കുക. ഇത് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. ഈ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. കാരണം നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്തു പോകുമ്പോൾ ഒരു 2 മണിക്കൂർ ക്ലാസ് ആയി പോകും. അപ്പോൾ 1 മണിക്കൂർ കൊണ്ട് എങ്ങനെയെങ്കിലും തീർക്കണം എന്നുള്ള രീതിയിലാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുകയും വേണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാം? വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നേരത്തെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, ഹായ് അയക്കാം. താല്പര്യം ഉണ്ടെന്ന് അയക്കാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എല്ലാ പ്രോബ്ലംസിൻ്റെയും ആൻസർ ഒക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അടുത്തൊരു ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം കാണാം. ഈ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാ പ്രോബ്ലംസും ഇതുപോലെ ചെയ്ത് നോക്കും കേട്ടോ.